അതിപ്രധാനമായ ഒരു ദിവസമാണ്. പാം സൺഡേ, ഓശാന ഞായർ എന്ന് വിളിക്കുന്ന അതിമനോഹരമായ ദിവസം. ഇതിന് നമ്മുടെ സഭാപിതാക്കന്മാർ പല പേരുകളിൽ വിളിക്കാറുണ്ട്. ദ സൺഡേ ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ ദിവസം എന്ന് വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ പാഷൻ സൺഡേ എന്നും വിളിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഹാസ്യ ആഴ്ചയിലേക്കാണ് ഹോശാന കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയത്തിൻ്റെ പ്രവേശനത്തെ എടുത്തു കാട്ടുന്ന ദിവസമാണ്. മനുഷ്യാവതാര ശുശ്രൂഷകൾ ഏകദേശം പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ അൾട്ടിമേറ്റ് ആത്യന്തികമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവ് എല്ലാ തിന്മകളെയും തുടച്ചു മാറ്റി അകത്തേക്ക് പ്രവേശിച്ച് അവിടെയുള്ള തിന്മകളെയും തുടച്ചു മാറ്റുന്ന വലിയ അനുഭവമാണ് ഓശാന പെരുന്നാളിലൂടെ നാം കാണുന്നത്. ഓശാന എന്ന പദത്തിന്റെ ആധാരവാക്യം പുതിയ നിയമത്തിലല്ല, അത് പഴയ നിയമത്തിലാണ്. 118 സങ്കീർത്തനം 25, 26 വാക്യങ്ങളിലാണ്. സാം 118, 25, 26 അവിടെയാണ് ഓശാന എന്ന പദത്തിന്റെ ആധാരം കിടക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതാണ് വാക്യം. യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവയെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇതാണ് നാമം ഇന്ന് ഏവങ്കേലിയം അയച്ചപ്പോൾ വിളിച്ചു പറഞ്ഞത്. വാഴ്ത്തപ്പെട്ടവനാകുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓശാന എന്ന പദത്തിന്റെ അർത്ഥം സേവ് അസ് നൗ എന്നാണ്. ഇപ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കുക. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കുക എന്നാണ് ജനം കർത്താവിനെ നോക്കി വിളിച്ചു പറയുന്ന വലിയ അനുഭവം. അതിന്റെ അർത്ഥം, ഇസ്രായേൽ ജനം കാലങ്ങളിലായി അടിമതുകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാനായി മശിഹ വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മശിഹയുടെ അടയാളങ്ങളെല്ലാം കൃത്യമായി കണ്ട ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തു എന്നത് അവർക്ക് വ്യക്തമായതുകൊണ്ട് കർത്താവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന കണ്ടപ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹോശാന എന്ന്. യഥാർത്ഥ മശിഹായെ ഞങ്ങൾ കണ്ടു, യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, നീ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം അവർ ദൈവാത്മ പ്രേരിതരായി മാറി. ഇവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, പ്രായമുള്ളവരെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ വിളിച്ചു എന്നാണ്. ബാലന്മാരും ബാലികമാരും കർത്താവിനെ നോക്കി ഹോശാന എന്ന് വിളിച്ചു എന്നാണ്. ബാലകരാർത്തു എന്ന് നമ്മുടെ പാട്ടിനകത്ത് നാം പാടുന്നുണ്ടല്ലോ. അവിടെ പ്രായമുള്ളവരെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച് ഉറക്കെ വിളിച്ച് പറയുന്ന വലിയ അനുഭവമാണ്. അതാണ് ഒരു വിജയത്തിന്റെ അടയാളം എന്ന് ഇവിടെ കാണുന്നത്. ഇതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടിയാണ്. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാൻ ജയശാലിയും താഴ്മയുള്ളവനുമായി പെൺകഴുതയുടെ കുട്ടിയായ കഴുതപ്പുറത്ത് കയറി വരുന്നു. ഇത് ആണ് പ്രവചനം എന്ന് പറഞ്ഞത്. സക്കറിയാ പ്രവാചകൻ കർത്താവിന് മുമ്പേ ജനിച്ചവനാണ്, മനുഷ്യാവതാരത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു പ്രവാചകൻ ക്രിസ്തുവിന്റെ വരവിനെ കാത്തിരുന്ന് ദൈവമക്കൾക്ക് പ്രത്യാശയുടെ ദൂത് നൽകുകയാണ് ഒരു പ്രവചനമായി. ഇസ്രായേൽ രാജാവ് വരും, അവൻ വരുന്നത് വിജയശ്രീ ലളിതനായിട്ടാണ്, അവൻ നിങ്ങൾക്ക് ശുഭത നൽകുന്നതിന് വേണ്ടിയാണ്, അവൻ താഴ്മ ധരിച്ചവനായി വരും, അവൻ കഴുതക്കുട്ടിയുടെ പുറത്തായിരിക്കും നിങ്ങളെ രക്ഷിക്കുവാനായി വരുന്നത് എന്ന് ഉറച്ചു വിളിച്ചു പറയുന്ന പ്രവചന പൂർത്തീകരണത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഒരു എസ്കറ്റോളജിക്കൽ യുഗാന്ത്യത്തിന്റെ അടയാളം കൂടിയാണ്.
പഴയ നിയമത്തിന്റെ പൂർത്തീകരണം, യുഗാന്ത്യത്തിന്റെ പൂർത്തീകരണം. എന്താണ് സഭാജീവിതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതിനെയും പുതിയതിനെയും വർത്തമാനകാലത്തിൽ സമന്വയിപ്പിക്കുന്ന ഒരു ജീവിതക്രമമാണ്. പഴയ കാലങ്ങൾ ഓർക്കണം, വരാൻ പോകുന്നതിനെ കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കണം, ചിന്തിക്കുന്നത് ഇപ്പോഴായിരിക്കണം. അതാണ് പറഞ്ഞത്, സഭ എന്ന് പറയുന്ന, സഭാജീവിതം എന്ന് പറയുന്ന റിയാലിറ്റി കമ്മിങ് ടുഗദർ ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ദ പ്രസന്റ് റിയാലിറ്റി. പഴയതും പുതിയതും ഇന്ന് പ്രാവർത്തികമാകുന്ന വലിയ അനുഭവം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലകൾ പിടിച്ച് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നു. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലകൾ പിടിച്ച് വിജയശ്രീലാളിതരായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നു. പിതാവാൻ ദൈവത്തിനു മുൻപാകെ, കുഞ്ഞാടായ ക്രിസ്തുവിന്റെ മുൻപാകെ പരിശുദ്ധാത്മവാഹകരായി അവരിങ്ങനെ വിജയിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോല പിടിച്ച് നിൽക്കുന്നു. നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഓശാന പെരുന്നാൾ. ആത്യന്തികമായി കയ്യിൽ കുരുത്തോല പിടിച്ച് വെള്ള നിലയങ്കി ധരിച്ച് സ്വർഗസ്ഥൽ മഹിമാസനായിരിക്കുന്ന പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരൂഢനായിരിക്കുന്ന പുത്രനാം ദൈവത്തിന് മുൻപാകെ പരിശുദ്ധാൽ നിറഞ്ഞ ശോഭയോടെ നിന്നുകൊണ്ട് ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ഉറച്ചു വിളിച്ചു പറയുന്ന ഒരു വലിയ അനുഭവത്തിന്റെ മുൻകുറിയായിട്ട് വേണം നാം ഇതിനെ കാണുവാൻ. ഒലിവീത്തൽ തറലെടുത്തു ശാന എന്ന് നാം പാടുന്നുണ്ട്. കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. കയ്യിൽ ദക്കിലകൾ ഏന്തി യാത്ര ചെയ്തതായിട്ട് കാണുന്നുണ്ട്. മരച്ചില്ലകൾ വെട്ടി റോഡിലിട്ട് കർത്താവിനെ സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടയാളം മറ്റൊന്നുമല്ല, ഇതെല്ലാം വിജയത്തിന്റെ പ്രതീകങ്ങളാണ്. ഈ പറഞ്ഞ വൃക്ഷ ലതാദികളെല്ലാം തന്നെ വിജയത്തിന്റെ പ്രതീകങ്ങളായി വിശുദ്ധ വേദപുസ്തകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദേവാലയത്തിന്റെ മതിലുകളിൽ വിജയത്തിന്റെ അടയാളമായ കുരുത്തോലകളും ഒലിവ് ശാഖകളും കൊത്തിവെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ വളരെ ഭംഗിയായി നാം ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ അതുപോലെ നാം അംഗീകരിച്ച് ചെയ്തിരിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് വിക്ടറി ആൻഡ് ഗുഡ്നസ്. വിജയത്തിന്റെയും നന്മയുടെയും അടയാളമായി നാം ഇതിനെ കാണണം. ഇസ്രായേലിനെ സംബന്ധിച്ച് യേശു തമ്പുരാൻ യഹൂദന്മാരുടെ രാജാവാണ്. കുറച്ചു പേർ അതിന് എതിരെ തർക്കിച്ചു, പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ എതിരെ തർക്കിച്ചു. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ ഇവനാണ് മശിഹ, ഇവനാണ് യഥാർത്ഥ യഹൂദന്മാരുടെ രാജാവ് വന്നിരിക്കുന്നവനെന്ന് അവർ വിളിച്ചു പറഞ്ഞു. എന്നാൽ നമ്മെ സംബന്ധിച്ച് അവൻ വെറും ഒരു യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, പിന്നെയോ നമ്മുടെയും അവരുടെയും സർവരുടെയും രാജാവായി ശോഭിക്കുന്നവനാകുന്നു എന്ന് ഉറച്ചു വിളിച്ചു പറയുവാൻ അന്ന് ശിശുക്കളും ബാലന്മാരും ബാലികമാരും യുവജനങ്ങളും വൃദ്ധന്മാരും ഒരുമിച്ച് നിന്ന് നീ ഞങ്ങളുടെ രാജാവാകുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് നാം വിളിച്ചു പറയുമ്പോൾ അതിനൊരു മറ്റൊരർത്ഥം കാണും. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം കർത്താവിന്റെ തിരുപ്പിറവിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒന്നാണ്. ആ മഹാസന്തോഷം അത് സർവജനത്തിനുമുള്ളതാകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെയും നിങ്ങളുടെയും അവരുടെയും നമ്മുടെ മുഴുവന്റെയും രക്ഷയുടെ പ്രതീകമായി കർത്താവ് വരുന്നുവെന്ന മഹാസന്തോഷത്തിന്റെയും വിജയത്തിന്റെയും അടയാളമായി നാം കാണാം. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ 2-3 കൂട്ടങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, യഹൂദന്മാരുടെ നേതൃസംഘം. അവരെ പരീശന്മാരെന്നും ശാസ്ത്രിമാരെന്നും സാധുക്യരെന്നും പിന്നെ അവരോട് ചേർന്ന് നിൽക്കുന്നതായ ഹന്ന ഇതുപോലുള്ള പുരോഹിത സംഘമെന്നും ഒക്കെ ഉള്ള പല പേരുകളിൽ നമുക്ക് അവരെ വിളിക്കാം. അവരുടെ ലക്ഷ്യം കർത്താവിൽ വിജയം കാണുക എന്നുള്ളതല്ല. പിന്നെയോ ഞങ്ങൾ മാത്രം വിജയിച്ചാൽ മതി, മശിഹ എന്ന് പറയുന്ന ഒരുത്തൻ വന്നാൽ അവനെ കൊല്ലണമെന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരും അപ്പുറവും ഇപ്പുറവും ഒക്കെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുന്ന, പ്രിയമുള്ളവരെ, ഓശാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അപ്പുറവും ഇപ്പുറവും അകലവും അടുത്തുമൊക്കെ നിന്നുകൊണ്ട് ഇവരെ എങ്ങനെ കൊല്ലണം, ഇവരെ എങ്ങനെ നശിപ്പിക്കണം, ക്രിസ്ത്യാനികളാണെങ്കിൽ തട്ടണം എന്ന് പറയുന്ന ആളുകൾ ധാരാളമായി
നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ ഓശാന പെരുന്നാളിൽ ഇങ്ങനെ ഒരു സമൂഹവും ആ സമൂഹം ഉയർത്തുന്ന വെല്ലുവിളിയും നമ്മുടെ മുമ്പാകെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പെരുന്നാളായി ഈ വർഷത്തെ പെരുന്നാളിനെ നാം കാണണം. ഇത് വേദപുസ്തകം നൽകുന്ന വളരെ ഗൗരവമുള്ള സൂചനയാണ്. മറ്റൊരു കൂട്ടത്തെ നാം കാണുന്നുണ്ട്. നീ പറഞ്ഞാൽ ഞാൻ വിളിക്കും, അവര് പറഞ്ഞാൽ ഞാൻ വിളിക്കും. നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ഇവിടെയും വന്ന് കൊച്ചു വർത്താനം പറയും, അവിടെയും പോയി കൊച്ചു വർത്താനം പറയുന്ന ചില രീതികൾ കാണുന്ന ഒരു സമൂഹമാണ് ഇത്. കർത്താവ് മുന്നമേ കണ്ടതാണ്. അങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് കുരുടന്മാർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടും കാണാത്തത് നടിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ്. കണ്ടില്ല എന്ന് അടിക്കുകയും അവിടെയും പുകഴ്ത്തി ഇവിടെയും പുകഴ്ത്തി, ഇവിടുത്തെ കാര്യങ്ങൾ മോശമായി അവിടെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ മോശമായി ഇവിടെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന കാര്യം നാം ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു വിഷയമാണ്. എന്നാൽ മൂന്നാമതൊരു കൂട്ടമുണ്ട്, ഷെപ്പേർഡ്സ്, ഇടയന്മാർ, ദ ഡിവോട്ടീസ്, ബാലികമാരും ബാലന്മാരും യുവജനങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന ഭക്തരായ ജനം. മുമ്പേ പറഞ്ഞ കൂട്ടരി എന്ന് കർത്താവിനോട് പറഞ്ഞ് അവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ. പക്ഷെ കർത്താവ് പറഞ്ഞു അവര് വിളിച്ചില്ലെങ്കിൽ കല്ലാർത്ത് വിളിക്കുമെന്ന്. അതാണ് നട്ടലുള്ള ഭക്തരായ ദൈവജനം കർത്താവിനോടൊപ്പം ഉണ്ട് എന്ന് ഉറച്ചു വിളിച്ചു പറയുന്ന ഒരു പെരുന്നാളാണ് ഓശാന പെരുന്നാൾ എന്ന് ഗൗരവത്തോടെ നാം കാണണം. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. ഓശാന പെരുന്നാൾ സ്വയപരിശോധനയുടെ ഒരു ദിവസമാണ്. കർത്താവിന്റെ കാലത്ത് നടന്ന സംഭവങ്ങളെ മാത്രം കാണേണ്ട ഒരു പെരുന്നാളല്ല. പിന്നെയോ നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തുവാനും അവയോട് ദൈവികമായും ക്രിയാത്മകമായും പ്രതികരിച്ച് വിജയിക്കുവാനുമുള്ള ഒരവസരമായിട്ട് വേണം നാം ഇതിനെ കാണുവാൻ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഓശാന ഒരു പ്രാപഞ്ചിക സൗന്ദര്യത്തിന്റെ പെരുന്നാൾ കൂടിയാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് സൗന്ദര്യം എന്ന വാക്കാണ് കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ. സൗന്ദര്യം ഉണ്ടെങ്കിൽ കളിക്കരുത്, സൗന്ദര്യം ഇല്ലെങ്കിൽ കളിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓശാന പെരുന്നാൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്നതായിരിക്കും. എന്റെ മാത്രമല്ല, നിങ്ങളുടേത് മാത്രമല്ല, നമ്മുടേത്, നാം ആയിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ. ഇവിടെ കുരുത്തോലകൾ പിടിച്ച് കുഞ്ഞുങ്ങൾ പുഷ്പം എറിഞ്ഞു പോകുമ്പോൾ അതൊരു പ്രതീകമായി മാത്രം കാണണം. പിന്നെയോ അത് സർവ പ്രപഞ്ചത്തിന്റെയും എക്കോളജിക്കൽ ബാലൻസ്, പരിസ്ഥിതിയുടെ താളം, സൃഷ്ടിയുടെ താളം, ജീവിത താളം, നമ്മുടെ ജീവിത താളത്തെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആയിരിക്കും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. അതുകൊണ്ട് കർത്താവായ യേശു തമ്പുരാന്റെ വിജയത്തിന്റെ പെരുന്നാളായ ഓശാന പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ കാലഘട്ടത്തെ നാം വിലയിരുത്തുകയും വിശകലനം ചെയ്ത് നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് നല്ല മനോഹര ആധ്യാത്മിക രൂപികളായ ക്രിസ്ത്യാനികളായി ജീവിക്കുവാനായി തുടർന്ന് നമുക്ക് സാധ്യമാകണം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരും ദൈവത്തിങ്കലേക്ക് തിരിയുവാനും ദൈവികരായി മാറുവാനും ഇടയാകണം. അങ്ങനെയാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.